ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറോയുടെ പുറത്തേക്കുള്ള വഴിയാണ് നിലവിൽ തെളിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ പരാജയപ്പെട്ടത് 4-2 എന്ന് പറയുന്ന സ്കോർ ബോർഡിലായിരുന്നു. മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത് ഫ്രെഡിയും അതുപോലെ തന്നെ ഹീസസ് ഹിമിനിസുമായിരുന്നു. ആസ് യൂഷ്വൽ ആദ്യ പകുതിയിലാണെങ്കിലും രണ്ടാം പകുതിയിലാണെങ്കിലും വളരെ മോശം ഡിഫൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റേത്. ഇന്നത്തെ മത്സരത്തിൽ ബാംഗ്ലൂരു താരമായ സുനിൽ ഛേത്രി ഒരു ഹാട്രിക്കും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മത്സരത്തിന്റെ 8-ാം മിനിറ്റിൽ തന്നെ സുനിൽ ഛേത്രിയിലൂടെ ബാംഗ്ലൂരു ലീഡ് എടുക്കുകയും ചെയ്തു. ബാംഗ്ലൂരു അവരുടെ രണ്ടാം ഗോൾ നേടിയത് റയാം വില്യംസിലൂടെയായിരുന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുകയും രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹീസസ് ജിമിനിസിലൂടെയും അതുപോലെ ഫ്രെഡിയിലൂടെയും മത്സരത്തിൽ തിരിച്ചു വരികയായിരുന്നു. മത്സരത്തിൽ തിരിച്ചു വന്നെങ്കിലും പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപയോഗം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായില്ല. തുടർച്ചയായ ഡിഫൻസീവ് എററിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഗോളുകൾ കൺസീഡ് ചെയ്തു. പിന്നെ അന്നും ഇന്നും ചത്തുകളിക്കുന്ന നോവ സദോയിയുടെ പെർഫോമൻസും. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ സ്റ്റാറോയുടെ പുറത്തേക്കുള്ള വഴി ഇതിലൂടെ തെളിയുകയാണ്. ഇവാൻ വുക്കോവനോവിച്ചിന്റെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന പല ആരാധകരെയും നമുക്ക് നിലവിൽ സോഷ്യൽ മീഡിയയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 50-ലധികം കോർണർ കിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എടുത്തതിനു ശേഷം ആദ്യമായാണ് ഒരു സെറ്റ് പീസിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു ഗോൾ കണ്ടെത്തിയത്. ഈ സീസണിലെ ആദ്യ സെറ്റ് പീസ് ഗോൾ നേടിയത് ഫ്രെഡിയും ആദ്യ സെറ്റ് പീസ് അസിസ്റ്റ് നൽകിയത് അഡ്രിയാൻ ലൂണയും. അതുപോലെ നമ്മുടെ ഈ ഒരു ആശാൻ കുറെ കാലം ഇവിടെ നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതിനോടകം തന്നെ ബാംഗ്ലൂരുവിന്റെ അഡ്മിൻ സോഷ്യൽ മീഡിയയിൽ പാചകം ആരംഭിച്ചിരിക്കുകയാണ്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ് ഔട്ട്. നന്ദി.